കഴിഞ്ഞ നാളുകളിൽ അനേകായിരങ്ങൾക്ക് അനുഗ്രഹമായി തീർന്ന ഈ അനുഗ്രഹീത ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയം നേടുവാനാണ് ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ അധ്വാനങ്ങൾക്കും പ്രതീക്ഷകൾക്കും വിപരീതമായി പലപ്പോഴും നമ്മൾ പരാജയത്തിൻ്റെ കണ്ണുനീർ അനുഭവിക്കാറുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത പരാജയങ്ങൾ ജീവിതത്തിൽ വന്ന് ഭവിക്കാറുണ്ട്. മനുഷ്യർക്കൊരു പ്രത്യേക സ്വഭാവമുണ്ട്. വിജയിക്കുന്നവൻ്റെ കൂടെ ആളുകൾ എപ്പോഴും ഉണ്ടാകും. അവനെ കൈകൊടുക്കുവാനും അവനെ അനുമോദിക്കുവാനും അവന് സമ്മാനം കൊടുക്കുവാനും അവൻ്റെ ചുറ്റും ആളുകൾ എപ്പോഴുമുണ്ട്. പക്ഷേ പരാജയപ്പെടുന്നവൻ്റെ കൂടെ പലപ്പോഴും ആരും ഉണ്ടാവുകയില്ല. അവനെ എല്ലാവരും അവഗണിക്കും. അവൻ ഒറ്റയ്ക്കാണ്. എന്നാൽ ഈ രാത്രിയിൽ ഞാൻ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കട്ടെ. നിങ്ങളെ എല്ലാവരും ഉപേക്ഷിച്ച ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ പരാജയത്തിൻ്റെ കയത്തിൽ മുങ്ങിത്താഴുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളെ സഹായിക്കുവാനായിട്ട് ആരുമില്ലായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് കൈതരുവാൻ, നിങ്ങളെ ഉയർത്തുവാൻ സാധിക്കുന്ന, ആഗ്രഹിക്കുന്ന സ്വർഗത്തിലെ ഒരു ദൈവം നിങ്ങളുടെ പിതാവായിട്ടുണ്ട്. ആ ദൈവത്തിൻ്റെ പക്കലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തുകയും ആ ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുമ്പോൾ ഈ പരാജയത്തിൻ്റെ അനുഭവങ്ങളെ വിജയത്തിൻ്റെ അനുഭവമാക്കി മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും. നിങ്ങളുടെ പരാജയത്തിൻ്റെ ഈ കണ്ണുനീരിൻ്റെ താഴ്വരയിൽ നിന്ന് വിജയത്തിൻ്റെ താബോർ മലയിലേക്ക് നിങ്ങളെ കൈപിടിച്ച് ഉയർത്തുവാൻ സാധിക്കുന്ന ആ സ്വർഗത്തിൻ്റെ പിതാവിലേക്ക് നിങ്ങൾ കണ്ണുകൾ ഉയർത്തണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പലപ്പോഴും നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ജീവിതത്തിൽ ഒരു പരാജയം സംഭവിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിൻ്റെ അവസാനമാണ്, എല്ലാ വാതിലുകളും അടഞ്ഞു എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ നമ്മൾ പരാജയത്തെ ദൈവത്തിൻ്റെ വീക്ഷണത്തിൽ കൂടെ കാണുമ്പോൾ അത് ഒരു അനുഗ്രഹമായി മാറും. ഈ പരാജയം ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിച്ചതാണ്, ഈ വാതിൽ ദൈവം അടച്ചതാണ് എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ദൈവത്തിലേക്ക് തിരിയുവാൻ സാധിക്കും. ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത് അനുവദിച്ചത് ദൈവത്തെ കൂടുതൽ അനുഭവിച്ചറിയുവാൻ, ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുവാൻ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ, ദൈവത്തിൻ്റെ വഴിയിലേക്ക് കടന്നു വരുവാനായിട്ടാണ് എന്ന് ചിന്തിക്കുമ്പോൾ ദൈവം അത്ഭുതകരമായ രീതിയിൽ ആ സ്വർഗത്തിൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി അനുഗ്രഹത്തിൻ്റെ, വിജയത്തിൻ്റെ മറ്റൊരു വാതിൽ തുറക്കും എന്നുള്ളതാണ് നിങ്ങളെ അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആ സദ്വാർത്ത. എൻ്റെ ജീവിത അനുഭവത്തിൽ നിന്ന് ഇതെനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ സാധിക്കും. 1983 ദേവഗിരി കോളേജിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ MA പാസ്സായപ്പോൾ എൻ്റെ മനസ്സിലെ വലിയൊരു സ്വപ്നം കോളേജിൽ ഒരു അധ്യാപകനാകണം എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി ഞാൻ പല അന്വേഷണങ്ങൾ നടത്തി. അങ്ങനെ മുക്കത്തെ ഒരു സ്വകാര്യ കോളേജിൽ എനിക്ക് ജോലി ഓഫർ ലഭിച്ചു. അവിടുന്ന് കോളേജിലേക്ക് ചെല്ലുവാനായിട്ടുള്ള കത്ത് ലഭിച്ചു. പക്ഷേ എൻ്റെ മനസ്സിൽ ശക്തമായ ഒരു പ്രചോദനം ആ ജോലിക്ക് ചേരണ്ട എന്ന്. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിയ ആ പ്രചോദനത്തോട് ഞാൻ പൂർണ്ണമായിട്ടും സഹകരിക്കുകയും ആ ജോലിക്ക് പോകാതിരിക്കുകയും ചെയ്തു. ആ വാതിൽ അടഞ്ഞു. ഞാൻ വിചാരിച്ചത് ഉടൻ തന്നെ മറ്റൊരു ജോലി എനിക്ക് ലഭിക്കുമെന്നുള്ളതാണ്. പക്ഷേ എൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അനേക കോളേജുകളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. പക്ഷേ ഒരു കോളേജിലും എനിക്ക് ജോലി ലഭിച്ചില്ല. അങ്ങനെ അവസാനം വളരെ സങ്കടപ്പെട്ട് നിരാശപ്പെട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത
ബാങ്കിൽ ജോലിക്ക് ചേർന്നു. അത് 1985 ഞാൻ ബാങ്കിൽ ജോലിക്ക് ചേർന്നത്. നീണ്ട 4 വർഷങ്ങൾ ഞാൻ വലിയ സങ്കടത്തിലും നിരാശയിലുമായിരുന്നു. എൻ്റെ സ്വപ്നങ്ങളെല്ലാം തകർന്നുവെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ പിന്നീടാണ് എനിക്ക് മനസ്സിലായത്, 1988 അവസാന ഡിസംബർ മാസമായപ്പോൾ ദൈവം തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയായിരുന്നു ഷാലോമിൻ്റെ രൂപീകരണത്തിലൂടെ. ഷാലോം എന്നുള്ള ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന ഈ ശുശ്രൂഷ ആരംഭിച്ചത് ബാങ്കിൽ ജോലി ചെയ്യുന്നവരുടെ ഒരു പ്രാർത്ഥനാ കൂട്ടായ്മയായിട്ടാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞാൻ ബാങ്കിൽ ജോലി ചെയ്യണമെന്ന് ദൈവപിതാവിൻ്റെ എന്നെക്കുറിച്ചുള്ള ഹിതമായിരുന്നു. അങ്ങനെ ഞാൻ ബാങ്കിൽ ജോലിക്ക് ചേർന്ന് ദൈവത്തിൻ്റെ തിരുവിഷ്ടമനുസരിച്ച് ഷാലോം ശുശ്രൂഷയിലേക്ക് നയിക്കപ്പെട്ട ശേഷം 1989 അടുത്ത ജനുവരി മാസത്തിൽ തന്നെ ഞാൻ ആഗ്രഹിച്ചിരുന്ന ജോലി എൻ്റെ ദൈവം എനിക്ക് നൽകി. സ്വകാര്യ കോളേജിനേക്കാൾ എല്ലാ തരത്തിലും മെച്ചമുള്ള ഗവൺമെൻറ് കോളേജിൽ ഒരു ഗസറ്റഡ് ഓഫീസറായിട്ട് ദൈവം എനിക്ക് നിയമന ഉത്തരവ് നൽകി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ദൈവത്തിൻ്റെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ ഈ പരാജയത്തിൻ്റെ വാതിൽ, അടഞ്ഞു കിടക്കുന്ന വാതിൽ, അതിനു പകരം ഒരു വിജയത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ ഒരു വാതിൽ നിങ്ങൾക്ക് വേണ്ടി തുറക്കുവാൻ ദൈവത്തിന് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ പ്രവർത്തികളിലെല്ലാം ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതാണ്. മാനുഷികമായി നമ്മൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യം വളരെ ആകർഷകമായിരിക്കാം, വളരെ നല്ലതായിരിക്കാം. പക്ഷേ അത് നമ്മുടെ ജീവിത വിജയത്തിന് ഉതകുന്നതാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമുക്കറിഞ്ഞുകൂടാ. ഭാവി പൂർണ്ണമായിട്ടും അറിയുന്ന ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ വിജയം നേടുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട താക്കോല്. ഞാനൊരു അനുഭവം പങ്കുവെക്കട്ടെ. 2008 ആയപ്പോൾ ഷാലോം ടെലിവിഷൻ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ആവശ്യമായ വളരെ നല്ല പ്രോഗ്രാമുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ നിലയിലേക്ക് എത്തിച്ചേർന്നു. കുട്ടികൾക്കും യുവാക്കൾക്കും കുടുംബിനികൾക്കും സന്യസ്തർക്കും സമർപ്പിതർക്കും റിട്ടയർ ചെയ്തവർക്കൊക്കെ നല്ല പ്രോഗ്രാമുകൾ പ്രൊഡ്യൂസ് ചെയ്യുവാൻ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ചിന്ത വന്നു, ഷാലോം ടെലിവിഷൻ മറ്റുള്ള അനേകരിലേക്ക് എത്തിക്കുന്നത് നല്ലതാണ്. അതിന് എൻ്റെ മനസ്സിൽ കിട്ടിയ ഒരു ആകർഷകമായ ചിന്ത, ഷാലോം ടെലിവിഷൻ അതിന് നല്ല പരസ്യം കൊടുക്കുക എന്നുള്ളതാണ്. റെയിൽവേ സ്റ്റേഷനിലും സിനിമാ തിയേറ്ററിലുമൊക്കെ ആളുകൾ കൂടുന്ന ഇടങ്ങളിൽ ഷാലോം ടെലിവിഷനെക്കുറിച്ച് ആകർഷകമായ പരസ്യം കൊടുക്കുക. അതുവഴി കൂടുതൽ അനേകായിരങ്ങൾ ഷാലോം TV കാണുവാനിടയാകും, കർത്താവിനെ കൂടുതൽ അറിയുവാനിടയാകും. ഇതായിരുന്നു എൻ്റെ ചിന്ത. ഇത് ആകർഷകമായൊരു ചിന്തയാണെങ്കിലും ദൈവം ആഗ്രഹിക്കുന്നൊരു ചിന്തയാണോ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു നോക്കി. അപ്പോൾ ദൈവം വെളിപ്പെടുത്തിയത് ഇത് ദൈവം ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വളരെ നല്ലതാണെന്ന് നമ്മുടെ ബുദ്ധി പറയും, പക്ഷേ ദൈവത്തിൻ്റെ ബുദ്ധി എന്താണ്, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ് എന്ന് നമ്മൾ അന്വേഷിച്ചു നോക്കണം. അങ്ങനെ ആ ആഗ്രഹം ഞങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ പറയട്ടെ, അതിനുശേഷം ഷാലോം TVക്ക് ഒരു കുറവും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാനായിട്ട് സാധിച്ചു. അതിനുശേഷം 2009 മുതൽ ഷാലോം TVക്ക് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും നല്ല ടെലിസീരിയലിനുള്ള അവാർഡുകൾ തുടർച്ചയായിട്ട് വിശുദ്ധ അൽഫോൻസാമ്മ, വിശുദ്ധ മറിയം ത്രേസ്യ, വിശുദ്ധ യൂപ്രാസിയമ്മ തുടങ്ങിയ സീരിയലുകളിലൂടെ ജനലക്ഷങ്ങളിലേക്ക് എത്തിക്കുന്ന വളരെ മനോഹരമായ പ്രോഗ്രാമുകൾ ചെയ്യുവാൻ സാധിച്ചു. പരസ്യം കൊണ്ട് നമുക്ക് നേടുന്നതിനേക്കാൾ അനേകായിരം മടങ്ങ് വ്യൂവർഷിപ്പ് പ്രേക്ഷകർ നേടുവാനായിട്ട് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി കാണുവാൻ സാധിച്ചു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ
ഇപ്പോൾ നമ്മൾ പരാജയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുക. ദൈവത്തിന് ചേർന്ന് ഒരു വിശുദ്ധമായ ജീവിതം നയിക്കുവാനായിട്ട് തീരുമാനിക്കുക. എല്ലാ കാര്യങ്ങളിലും, വലുതും ചെറുതുമായ കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ തിരുവിഷ്ടം അന്വേഷിക്കുക. നിശ്ചയമായും ദൈവം നിങ്ങളെ കരുതിക്കൊള്ളും. സാമുവേലിൻ്റെ പുസ്തകം 1 സാമുവേൽ 18-14 ഈ രാത്രിയിൽ നിങ്ങളുടെ ധ്യാനത്തിനായി ഞാൻ സമർപ്പിക്കുകയാണ്. എല്ലാ കാര്യങ്ങളിലും കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ദാവീദിന് എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് എല്ലാ കാര്യങ്ങളിലും ദാവീദ് വിജയം വരിച്ചു എന്നാണ് 1 സാമുവേൽ 18-14 പറയുന്നത്. അപ്പോൾ ജീവിതത്തിൽ വിജയം കൈവരിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികളും ഈ രാത്രിയിൽ തീരുമാനമെടുക്കണം. ഞാൻ ദൈവത്തിൻ്റെ കൂടെ നിൽക്കും, ഞാൻ ദൈവത്തോട് ചേർന്ന് നിൽക്കും, ദൈവത്തിൻ്റെ തിരുവിഷ്ടം അന്വേഷിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോകും. നിങ്ങളുടെ ജീവിതത്തിലുള്ള സങ്കടത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവങ്ങളെ ആനന്ദത്തിൻ്റെ ഗാനങ്ങളാക്കി മാറ്റുവാൻ ആ സ്വർഗത്തിൻ്റെ പിതാവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കും. നമ്മളെല്ലാവരും ഉപേക്ഷിച്ച ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തുന്നുണ്ടാകാം. നീ എടുത്ത തീരുമാനം കൊണ്ടാണ് നിനക്ക് ഈ പരാജയം ഉണ്ടായത്. നിൻ്റെ കുടുംബജീവിതം പരാജയപ്പെട്ടത് കൊണ്ടാണ്, നിൻ്റെ ബിസിനസ് പരാജയപ്പെട്ടത് കൊണ്ടാണ്, നീ പരീക്ഷയിൽ പരാജയപ്പെട്ടത് അതുകൊണ്ടാണ്, നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും, കുടുംബത്തിലെ അംഗങ്ങൾ പോലും നിങ്ങളെ കുറ്റപ്പെടുത്തുകയും നിന്നെ മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നിന്നെ അത്യധികമായി സ്നേഹിക്കുന്ന നിൻ്റെ സ്വർഗത്തിൻ്റെ പിതാവ്, നിന്നെ ഒരിക്കലും മാറ്റി നിർത്താത്ത ആ ദൈവം ഈ രാത്രിയിൽ നിന്നോട് ചേർന്ന് നിൽക്കുന്നു. അവിടുന്ന് ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. അവിടുത്തെ വിജയകരമായ കൈ നിൻ്റെ കൈയോട് ചേർത്ത് വെച്ച് അവിടുന്ന് നിന്നെ അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിൻ്റെ കണ്ണുകൾ അവിടുത്തെ തിരുമുഖത്തേക്ക് ഉയർത്തുക. കർത്താവേ, എനിക്കാരുമില്ല, എന്നോട് കരുണ തോന്നണമേ, എന്നെ ഓർക്കണമേ എന്ന് നീ ഹൃദയം പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ കടന്നു വരുമ്പോൾ നിൻ്റെ പരാജയത്തിൻ്റെ അനുഭവങ്ങൾ വിജയത്തിൻ്റെ അനുഭവങ്ങളാക്കി അവിടുന്ന് മാറ്റും. ഈ രാത്രിയിൽ സകല വേദനകളും ദുഃഖങ്ങളും പരാജയങ്ങളും കണ്ണുനീരിൻ്റെ സകല ഓർമ്മകളും ഒറ്റപ്പെടലിൻ്റെ ഓർമ്മകളും എല്ലാം ആ പിതാവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അവിടുന്ന് അതെല്ലാം മനോഹരമായ പുഷ്പങ്ങളാക്കി മാറ്റുവാൻ ആഗ്രഹിക്കുന്നു. നിനക്ക് വേണ്ടി പുതിയൊരു വാതിൽ തുറന്നു തരുന്ന ആ പിതാവിൻ്റെ പക്കലേക്ക് വലിയ പ്രതീക്ഷയോടെ നിൻ്റെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് കണ്ണുകൾ ഉയർത്തി നോക്കുക. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾക്കായി കാത്ത് പ്രാർത്ഥിച്ച് പ്രതീക്ഷയോടെ ദൈവത്തെ സ്തുതിക്കുക. ഇരു കരങ്ങളും ഉയർത്തി നമുക്ക് കർത്താവിനെ ആരാധിക്കാം. യേശുവേ നന്ദി. ജീവിക്കുന്നവനായ കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ലല്ലോ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ കർത്താവേ, ഈ രാത്രിയിൽ അങ്ങയുടെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന അങ്ങയുടെ മക്കളുടെ പ്രാർത്ഥനയെ അവിടുന്ന് ശ്രവിക്കണമേ നിങ്ങൾ അപേക്ഷിക്കുന്നു. ഈശോയെ അനുഗ്രഹത്തിൻ്റെ വഴി കാണിച്ചു കൊടുക്കണമേ. പ്രകാശത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ നയിക്കണമേ. അങ്ങയുടെ സ്നേഹ സാന്നിധ്യത്തിൻ്റെ അനുഭവം നൽകണമേ. ഈശോ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വപ്പെടട്ടെ. അങ്ങയുടെ രാജ്യം വരട്ടെ. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. തകർന്ന ഹൃദയങ്ങളെ പുനരുദ്ധരിക്കണമേ, ചേർത്ത് പിടിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. യേശുവിൻ്റെ നാമം അറിയപ്പെടട്ടെ. യേശു സ്നേഹിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോ, 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 ഈശോ. ആരുമില്ലാതേകനാകുമ്പോ കൂടെയുണ്ടെന്നരുളിയവൻ, ആരുമില്ലാതേകനാകുമ്പോ
എന്നുമെന്നും കൂടെയുള്ളവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ, എല്ലാ പ്രതികൂലങ്ങളും മാറും. ആശയോടെ പ്രാർത്ഥിക്കും. ശുഭദിനമാഗതമാകും. ഒരിക്കലും ആത്യന്തികമായി പരാജയപ്പെടുകയില്ല. നിന്റെ ജീവിതം പ്രത്യാശാ നിർഭരമാണ്. പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. ഉറപ്പ്. കാരണം നാം നീ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവളാണ്. ഈശോ 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 സൗഖ്യം നൽകണമേ. ആന്തരിക ശക്തി നൽകണമേ. ഈശോ ഈശോ അമ്മേ മാതാവേ, അമ്മയുടെ മക്കളെ ചേർത്ത് പിടിക്കണമേ. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ ഇവരുടെ ജീവിത സാഹചര്യങ്ങളിൽ അമ്മയുടെ സ്നേഹ സാമീപ്യം പൊതിച്ചിലായി നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി സ്വർഗീയ വിശുദ്ധന്മാരെ, പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള നിമിഷങ്ങളിൽ നമ്മുടെ ജീവിതത്തിലെ വേദനകൾ, പ്രയാസങ്ങൾ, ആവശ്യങ്ങൾ പ്രാർത്ഥന കേൾക്കുന്നവനായ സ്വർഗപിതാവിൻ്റെ പക്കലേക്ക് വലിയ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നമുക്ക് ഉയർത്തി പ്രാർത്ഥിച്ച് അനുഗ്രഹം സ്വന്തമാക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഷാലോം ഫെലോഷിപ്പ് നൈറ്റിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മളെല്ലാവരും ഒന്ന് ചേർന്ന് ചില നിയോഗങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ഈ സമയങ്ങളിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് നമുക്കറിയാം, SLC പരീക്ഷ കഴിഞ്ഞു, +2 എക്സാം കഴിഞ്ഞു, പല യോഗ്യതാ പരീക്ഷകളും അറ്റൻഡ് ചെയ്ത് ഒത്തിരി വിദ്യാർത്ഥികൾ അവരുടെ മുമ്പോട്ടുള്ള പഠന മേഖലയിൽ വ്യക്തത കിട്ടാതെ, അല്ലെങ്കിൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എവിടെ അഡ്മിഷൻ എടുക്കണം, വിദേശത്ത് പഠിക്കണമോ സ്വദേശത്ത് പഠിക്കണമോ, ഏത് കോഴ്സിലാണ് ഞാൻ ചേരേണ്ടത്, ഇങ്ങനെയൊക്കെ വിഷമിക്കുന്ന ധാരാളം മക്കൾ നമ്മുടെ ഇടയിലുണ്ട്. പല മാതാപിതാക്കളും മക്കളുടെ പഠന മേഖലയെ ഓർത്ത് ഒത്തിരി വ്യസനിക്കുന്നുണ്ട്, ഭാരപ്പെടുന്നുണ്ട്. ഈ സമയങ്ങളിൽ നമ്മൾ അവരെല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ സ്നേഹപൂർവ്വം ഒന്ന് സമർപ്പിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് കണ്ണുകളടച്ച് നിങ്ങളുടെ കരങ്ങൾ കൂപ്പിയോ, കരങ്ങൾ തുറന്നു പിടിച്ചോ, കരങ്ങൾ ഉയർത്തിയോ ഈ പ്രാർത്ഥനയോട് ഹൃദയപൂർവ്വം ഒന്ന് ചേരുക. നമുക്കെല്ലാ വിദ്യാർത്ഥികളെയും ഇപ്പോൾ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. യെശയ്യാവിൻ്റെ പ്രവചനം 54-ാം അധ്യായം അതിൻ്റെ 13-ാം തിരുവചനം ദൈവാത്മാവ് വെളിപ്പെടുത്തുന്ന ഇപ്രകാരമല്ലേ: കർത്താവ് നിൻ്റെ പുത്രരെ പഠിപ്പിക്കും, അവർ ശ്രേയസാർജിക്കുകയും ചെയ്യും. നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാം. ഇത് ദൈവം തന്ന മക്കളാണ്. ഇവരുടെ ഭാവി എന്തായിരിക്കണം, ഇവരേത് മേഖല പഠിക്കണം, എവിടെയാണ് ഇവർ പഠിക്കേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം സ്വർഗത്തിലെ ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. നമ്മുടെ മക്കളെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. പ്രിയരെ, അതുകൊണ്ട് ഈ സമയം നമ്മുടെ മക്കളെ ദൈവകരങ്ങളിൽ ഉയർത്താം. നമുക്ക് സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, നിന്റെ ഹിതമനുസരിച്ച് ഞങ്ങളുടെ മക്കൾ വളരട്ടെ കർത്താവേ. അവരുടെ പഠന മേഖലയിൽ നീ വെളിച്ചമേകണമേ. കർത്താവിനെ ഭയപ്പെടുന്നവൻ ആരോ അവൻ തിരഞ്ഞെടുക്കേണ്ട മാർഗം അവിടുന്ന് അവന് കാണിച്ചു കൊടുക്കും. ഞങ്ങൾ ഈ വചനം വിശ്വസിക്കുന്ന ദൈവമേ, നിന്റെ കൃപ ഞങ്ങൾ ചോദിക്കുന്ന കർത്താവേ. പഠന മേഖലയിൽ അവ്യക്തതകൾ മാറട്ടെ കർത്താവേ. അവർക്ക് ആവശ്യമായിട്ടുള്ള കോഴ്സുകൾ നീ തിരഞ്ഞെടുത്തു കൊടുക്കണമേ. അവരുടെ ഭാവി അനുഗ്രഹമായി തീരട്ടെ, അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി നമ്മുടെ എല്ലാ മക്കളെയും ഉയർത്തി നമുക്കൊന്ന് ചേർന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ മഹത്വം, യേശുവേ ആരാധന. പരിശുദ്ധാത്മാവേ മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ മക്കളിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത വിധത്തിലുള്ള ആ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ അനേക വ്യക്തികളും കുടുംബങ്ങളും കടന്നുപോയി. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ അനേക കുടുംബങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ആടി ഉലയുന്നുണ്ട്. ബിസിനസ് മേഖലയിൽ നിരന്തരമായിട്ടുള്ള പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. കാർഷിക മേഖലയിലുള്ള വിലയിടിവും ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാത്ത അവസ്ഥയും സാധാരണക്കാരായ ഒത്തിരിയേറെ മക്കളുടെ സാമ്പത്തിക അടിത്തറയെ പ്രതികൂലമായിട്ട് ബാധിച്ചു. ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന കുടുംബങ്ങൾ അവരുടെ ബിസിനസ് മേഖലയിലുണ്ടായ തകർച്ചകൾ വലിയ കടഭാരത്തിലേക്കും ഞെരുക്കത്തിലേക്കും സാധാരണക്കാരായ ഒത്തിരി മക്കളുടെ ജീവിതം വീണുപോയി. പ്രിയമുള്ളവരെ, വിദേശ രാജ്യങ്ങളിലൊക്കെ ജോലിക്ക് വേണ്ടി ചെന്ന് എന്നാൽ അവരോട് പഠിച്ച കോഴ്സുകൾക്ക് ആനുപാതികമായിട്ടുള്ള ജോലി കിട്ടാത്തത് മൂലം വലിയ സാമ്പത്തിക ബാധ്യത മൂലം വിദേശത്തേക്കൊക്കെ ചേക്കേറിയവർ ഇന്ന് അവിടെ തുച്ഛമായ വരുമാനത്തിൽ ജീവിക്കുന്നതും വലിയ പ്രതിസന്ധിക്ക് കാരണമായി തീരുകയാണ്. പ്രിയരെ, നമുക്ക് കർത്താവിലേക്ക് തിരിയാം. സുഭാഷിതം 10:21 വചനം ഇപ്രകാരം പറയുന്നില്ലേ, കർത്താവിൻ്റെ അനുഗ്രഹമാണ് സമ്പത്ത് നൽകുന്നത്, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിന് നിന്റെ ജീവിതത്തെ ഇനി അനുഗ്രഹിക്കാൻ പറ്റും. അതെവിടെ വെച്ചാലും നിന്റെ തകർന്ന ബിസിനസ്സിനെയും നിന്റെ തകർന്ന സാമ്പത്തിക അടിത്തറയും ദൈവത്തിന് ഇനി അനുഗ്രഹിച്ച് ഉയർത്തുവാനായിട്ട് പറ്റും. ഈ രാത്രിയിൽ ദൈവം നമ്മെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന് ചില പ്രവൃത്തികൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ കുടുംബത്തിൽ ചെയ്യുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ആരും നിരാശപ്പെട്ട് തളർന്നു പോകരുത്. ഇനിയും ഒരു ഉയർത്തെഴുന്നേറ്റ് അസാധ്യമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ മാത്യു സാറിലൂടെ തൊട്ടു മുമ്പ് തിരുവചനങ്ങളിലൂടെ കേട്ടു, നിന്റെ ജീവിതത്തെ ദൈവത്തിന് ഇനിയും അനുഗ്രഹിച്ചുയർത്താൻ പറ്റും. നമ്മളത് വിശ്വസിക്കണം. രണ്ട് കരങ്ങളും ഒന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം. നമ്മുടെ കടഭാരങ്ങൾ സമർപ്പിക്കാം. ഒരുപക്ഷെ ജപ്തിയുടെ നോട്ടീസ് നിന്റെ കയ്യിലിരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ നീ നിരാശപ്പെട്ട് തളർന്നിരിക്കുന്ന വ്യക്തിയാണോ? ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിന് ഇനിയും നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കാൻ പറ്റും. നിന്റെ മക്കളുടെ ഭാവി അനുഗ്രഹിക്കാൻ പറ്റും. അവരുടെ ജോലി മേഖലയിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ആ ദൈവത്തെ കണ്ടുകൊണ്ട് കരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമത്യുത്ഭുതങ്ങളാൽ എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എന്നേശുവൻ കൂടെയുള്ളതാ. പ്രിയമുള്ളവരെ, ധാരാളം മാതാപിതാക്കൾ ഇന്ന് വലിയ ഒറ്റപ്പെടലിൻ്റെയും ഏകാന്തതയുടെയൊക്കെ അനുഭവങ്ങളോടെ കടന്നുപോയി. അവരുടെ ജീവിതത്തിൻ്റെ നല്ല പ്രായം മുഴുവൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയൊക്കെ അധ്വാനിച്ചു.
ജീവിതം കരുപ്പിടിപ്പിക്കുവാനുള്ള കഷ്ടപ്പാടുകളും അധ്വാനമൊക്കെ അവർ സന്തോഷത്തോടെ ഏറ്റെടുത്തു, ജീവിതം സമർപ്പിച്ചു. എന്നാൽ അവർ പഠന ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി ഇന്ന് കുടുംബത്തിൽ നിന്ന് അകന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ അവർ ജോലിയുമൊക്കെ ബന്ധപ്പെട്ട് മുമ്പോട്ട് പോവുകയും അനേക കുടുംബങ്ങളിൽ നിന്ന് പ്രായമായ മാതാപിതാക്കൾ തനിച്ചേയുള്ളൂ. അതിൻ്റെ ഒറ്റപ്പെടലിൻ്റെയും കണ്ണുനീരിൻ്റെയും ഏകാന്തതയുടെ അനുഭവം അവരുടെ ജീവിതത്തെ വല്ലാതെ ഭാരപ്പെടുത്തുന്നുണ്ട്. നമുക്ക് അവരെയൊക്കെ ഒന്ന് സ്നേഹപൂർവ്വം ഓർക്കാം. അതുപോലെ തന്നെ ചില കുടുംബങ്ങളിൽ ജീവിത പങ്കാളിയുണ്ട്, മക്കളുണ്ട്, എല്ലാവരുമുണ്ട്, സ്വന്തക്കാരൊക്കെയുണ്ട്. എങ്കിലും അവരെ മനസ്സിലാക്കാത്തത് കൊണ്ട്, സ്നേഹിക്കപ്പെടാത്തത് കൊണ്ട് എല്ലാവരും ഉള്ളപ്പോഴും ഈ ഒറ്റപ്പെടലിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ധാരാളം പേരുണ്ട്. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ ആശ്വസിപ്പിക്കുവാനും നമ്മുടെ വേദന കാണുന്ന ദൈവം നമുക്ക് സൗഖ്യം തരുവാനും നമ്മുടെ കൂടെ നിന്ന് നമ്മെ ശക്തിപ്പെടുത്തുവാനും വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇപ്രകാരമുള്ള ശുശ്രൂഷകൾ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ആ ദൈവത്തിന് നന്ദി പറയാം. എബ്രായ ലേഖനം 13:5 നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ടല്ലോ, ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല എന്ന് പറഞ്ഞിട്ടില്ലേ. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ഭവനങ്ങളിൽ കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ മക്കൾ നിങ്ങളെ മറന്നാലും, പ്രിയപ്പെട്ടവർ നിങ്ങളെ ഉപേക്ഷിച്ചാലും, ആരെല്ലാം നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും, മാറ്റി നിർത്താലും, അവഗണിച്ചാലും, നിന്നെ സ്നേഹിക്കുന്ന നിന്റെ ദൈവം നിന്റെ കൂടെയുണ്ട്. അവൻ ഉറപ്പ് തരികയാണ്, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ നിങ്ങൾ തിരിച്ചറിയണമേ, ദൈവം എൻ്റെ കൂടെയുണ്ട്. ദൈവം എൻ്റെ കുടുംബത്തിലുണ്ട്. എൻ്റെ മക്കൾ എൻ്റെ അടുത്തുണ്ടാവില്ല, എൻ്റെ ബന്ധുക്കാരും സ്വന്തക്കാരും അടുത്തുണ്ടാവില്ല. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവം എന്നെ കൈവിട്ടിട്ടില്ല. അവൻ എൻ്റെ കൂടെയുണ്ട്. ആ ഒരു ആത്മീയ തിരിച്ചറിവിലേക്ക്, ആ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരണം. 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. നമ്മൾ ഒറ്റയ്ക്കല്ല പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്ന ദൈവം കൂടെയുണ്ട്. ആ തിരിച്ചറിവിലേക്ക്, ആ ആത്മീയ അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം ഉയരട്ടെ. 2 കരങ്ങളും ഉയർത്തി ഇപ്രകാരം വേദനിക്കുന്നവർ ഒരുപക്ഷെ നമ്മുടെ അടുത്ത്, നമ്മുടെ ഇടവകളിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ധാരാളം പേരുണ്ടാവും. അവരെയും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈശോയെ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നും എൻ്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. 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 ഒരു നിമിഷം ഹൃദയം ഒന്ന് ശാന്തമാക്കി 2 കരം ഒന്ന് നെഞ്ചോട് ചേർത്ത്, പ്രിയമുള്ളവരെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒക്കെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ദൈവം ഇടപെടും. സമാധാനം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണോ നീ? നിന്റെ കുടുംബത്തിൽ നിന്ന് സമാധാനമില്ലാത്ത അവസ്ഥയാണോ? നിരന്തര കലഹങ്ങളാണോ? ഒക്കെ ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത് ഈശോയെ എവിടേക്കൊക്കെ ഒന്ന് ക്ഷണിച്ച്, മക്കളുടെ വിവാഹ തടസ്സം, ജോലി തടസ്സം ഒക്കെ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടോ? നല്ലൊരു വീടില്ലാത്ത വ്യക്തിയാണോ? ഒരു സെന്റ് ഭൂമി പോലും നിനക്ക് ഈ ഭൂമിയിൽ ഇല്ലാത്ത അവസ്ഥയുണ്ടോ? എല്ലാം ഒന്ന് കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഏതെങ്കിലും പാപമേഖലയിൽ, വ്യക്തി ജീവിതത്തിൻ്റെ വികലതകളിൽ അകപ്പെട്ടു പോയ ജീവിതമാണോ? അകാരണമായ ഭയവും മരണഭീതിയും നിരാശയും ഉത്കണ്ഠയും ഉറക്കം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലൂടെ നീ കടന്നു പോവുകയാണോ? എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. കർത്താവേ, ഞാനിതാ ഈ രാത്രിയിൽ എൻ്റെ എല്ലാ പ്രശ്നങ്ങളോടും കുറവുകളോടും നിയോഗങ്ങളോടും കൂടി നിന്റെ കരങ്ങളിൽ വിശ്വസിച്ച് ഞാനിതാ ഏൽപ്പിച്ചു തരുന്നു. ദൈവമേ, നീയാണ് എൻ്റെ പരിഹാരം, നീയാണ് എൻ്റെ ഉത്തരം, നീയാണ് എൻ്റെ ആശ്രയം. നീയല്ലാതെ എനിക്ക് മറ്റാരുമില്ല. ദൈവമേ, ഞാനങ്ങേ സ്നേഹിക്കുന്നു. കർത്താവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈശോയെ നന്ദി, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, 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 യേശുവേ. യേശുവേ, നീ മാത്രം ഞങ്ങളുടെ ആശ്രയം. യേശുവേ, 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 നീ മാത്രം ഞങ്ങളുടെ ആശ്രയം. യേശുവേ, 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 നീ മാത്രം ഞങ്ങളുടെ ആശ്രയം. ശാലോമിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുന്ന ഈ നിമിഷങ്ങളിൽ നമുക്ക് ഹൃദയപൂർവ്വം ശാലോം ശുശ്രൂഷകളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. മീഡിയയിലൂടെ ഈശോയുടെ സന്തോഷവും ഈശോ നൽകുന്ന സമാധാനവും സൗഖ്യവുമെല്ലാം ലോകമെങ്ങും എത്തിക്കുക എന്ന വലിയ ദൗത്യമാണ് ശാലോമിലൂടെ ദൈവം ഈ നാളുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ ദൗത്യത്തിൽ ശാലോമിനെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ കൂട്ടായ്മയുണ്ട്. അത് ശാലോം പീസ് ഫെലോഷിപ്പ് SPF എന്നറിയപ്പെടുന്ന ഒരു കൂട്ടായ്മയാണ്. ഇവരുടെ നിസ്വാർത്ഥമായ പ്രാർത്ഥനയും സാമ്പത്തികമായ പങ്കുവെക്കലുകളുമാണ് ശാലോമിൻ്റെ ശുശ്രൂഷകളെ ഈ 4 നൂറ്റാണ്ടുകാലം മുൻപോട്ട് നയിച്ചത്. ഈ വലിയ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും വലിയ സന്തോഷത്തോടെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ശാലോം പീസ് ഫെലോഷിപ്പിൽ അംഗത്വമെടുത്ത് ശാലോമിൻ്റെ ഈ വലിയ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ അണിചേർന്ന് ശാലോമിനോടുകൂടെ ലോകത്തിന് സുവിശേഷം നൽകുന്നവരായി മാറാൻ ഈശോ നിങ്ങളെ ഈ സമയം ക്ഷണിക്കുന്നു. ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കുവാനും വിശദാംശങ്ങൾ അറിയുന്നതിനും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കിതിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും ലഭ്യമാവുകയും ഈ വലിയ അനുഗ്രഹത്തിൻ്റെ കൂട്ടായ്മയിൽ നമുക്ക് പങ്കുചേരുവാനും സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ആകസ്മികമായി ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു, മുൻപോട്ട് പോകുന്നു. പക്ഷേ പെട്ടെന്ന് ചില തടസ്സങ്ങൾ വരുന്നു, ആകസ്മികമായ രോഗങ്ങൾ വരുന്നു, ജീവിതം പ്രതീക്ഷിച്ചതുപോലെ മുൻപോട്ട് പോകുന്നില്ല. ഇത്തരം വഴിമുട്ടിയ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു ചെയ്യും? ഇങ്ങനെയുള്ള ചില ഉത്തരം ലഭിക്കാത്ത ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം നൽകുന്ന, നമ്മുടെ ജീവിതത്തെ പ്രത്യാശപൂർണമാക്കുന്ന ഒരു അമൂല്യ ഗ്രന്ഥമാണ് ശാലോമിൻ്റെ 4 നൂറ്റാണ്ട് ചരിത്രം എഴുതപ്പെട്ട ഷെവലിയർ ബെന്നി പുന്നത്തറ എഴുതിയ പ്രലോഭനങ്ങളെ വിട എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിലേക്ക് നിങ്ങളെ വലിയ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ശാലോമിൻ്റെ ആരംഭം മുതൽ ഇന്നുവരെ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, വലിയ പ്രതിസന്ധികൾ ശാലോമിൻ്റെ മുൻപിൽ വന്നപ്പോൾ എപ്രകാരമാണ് ആ നാളുകളിൽ അതിനെ അതിജീവിക്കുവാൻ ദൈവം പരിശീലിപ്പിച്ചത്, ഇങ്ങനെയുള്ള അനേക സംഭവങ്ങളാണ് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിന് വലിയ മുതൽക്കൂട്ടായി മാറും. നമ്മുടെ ആത്മീയ ജീവിതവും ഭൗതിക ജീവിതവും വളരെ ദൈവപരിപാലനയിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാൻ ഇതിലെ ഓരോ ലേഖനങ്ങളും ഇതിലെ ഓരോ സംഭവങ്ങളും നമ്മളെ സഹായിക്കും. ഈ പുസ്തകം ഇപ്പോൾ തന്നെ നിങ്ങൾ സ്വന്തമാക്കി ഈ പുസ്തകത്തിലൂടെ നിങ്ങൾ കടന്നു പോവുക. ഇത് നിങ്ങളുടെ ജീവിതത്തിന് വലിയൊരു മുതൽക്കൂട്ടായി മാറും എന്ന് തീർച്ചയാണ്. ഇതിൻ്റെ വിവരങ്ങൾ നിങ്ങൾക്ക് താഴെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ ലഭ്യമാണ്. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമ്മൾ ഇന്ന് ചേർത്ത് വെച്ച എല്ലാ പ്രാർത്ഥനകൾക്കും ദൈവം നമുക്ക് ഉത്തരം നൽകി കഴിഞ്ഞു എന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നിങ്ങളുടെ ഏത് നിയോഗങ്ങളും പ്രാർത്ഥന ആവശ്യങ്ങളും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജായോ അല്ലെങ്കിൽ ഫോൺ ചെയ്തോ ഞങ്ങളെ അറിയിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മ ശാലോമിലുണ്ട്. നിങ്ങളുടെ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ദിവ്യകാരുണ്യ സന്നിധിയിൽ അവ സമർപ്പിച്ച് നിങ്ങൾക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഈ കൂട്ടായ്മയിലേക്ക് നിങ്ങളുടെ നിയോഗങ്ങൾ അറിയിക്കാം. അതുപോലെ ഈ ശുശ്രൂഷകളിൽ കഴിഞ്ഞ കാലത്ത് ലഭിച്ച അനുഗ്രഹങ്ങളുടെ സാക്ഷ്യങ്ങളും നിങ്ങൾ ഈ നമ്പറിൽ അറിയിക്കുക. ഇത് വലിയ ദൈവമഹത്വത്തിന് കാരണമാകും. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ സമർപ്പിച്ച് പരിശുദ്ധ അമ്മ വഴിയായി ഈ ഒരു ദിവസത്തെയും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച്
നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.